നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10 ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത് ഡെപ്യൂട്ടി എഞ്ചിനീയർ, ഇറിഗേഷൻ, അതുപോലെ ഇൻസ്പെക്ടർ ഫാക്ടറീസ് ആൻഡ് ബോയിലർ, ഗ്രേഡ് 2, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, അങ്ങനെ ഒരുപാട് എക്സാം കമ്പൈൻഡ് ആയിട്ട് വന്ന മെക്കാനിക്കലിന്റെ ഒരു പ്യൂർലി മെക്കാനിക്കൽ എക്സാം ആണ്. അതിൽ വന്ന പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് മെറ്റീരിയൽ സയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആദ്യം തന്നെ ഫസ്റ്റത്തെ ഓപ്ഷനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഐ എം ജസ്റ്റ് ഡ്രോയിങ്. Yeah. So first question, which of the following statement is true? Which of the following statement is true with regard to atomic packing factor? നമുക്കറിയാം അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ആണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. സോ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്നാൽ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ഫ്രാക്ഷൻ ആണ്, യൂണിറ്റ് സെല്ലിന്റെ വോളിയത്തിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് ആറ്റംസ് റിസൈഡ് ചെയ്യുന്നത് എന്നാണ്. അതായത് വോളിയം ഓഫ് ആറ്റം ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അതിനെയാണ് നമ്മൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഡിഫറെന്റ് ഇതുണ്ട് അല്ലെ. FCC ഉണ്ട്, HCP ഉണ്ട്, BCC ഉണ്ട്. സോ സിമ്പിൾ ക്യൂബിക് എന്ന് പറയുന്നതാണ് SC എന്ന് പറയുന്നത്. സോ ഇവിടെ എഴുതി തരാം. സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാല് SC എന്ന് പറയും. അതിന്റെ പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 52% ആണ് സിമ്പിൾ ക്യൂബിക്കിന്റെ പാക്കിംഗ് ഫാക്ടർ. ഇനി നമുക്ക് ബോഡി സെന്റേർഡിന്റെ പാക്കിംഗ് ഫാക്ടർ എന്താണെന്ന് നോക്കാം. BCC അല്ലെങ്കിൽ ബോഡി സെന്റേർഡ് ക്യൂബിക് എന്ന് പറയും. അതിന്റെ പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ BCCന്റെ പാക്കിംഗ് ഫാക്ടർ 68% ആണ്. അപ്രോക്സിമേറ്റ് ആണ്, 68 പോയിന്റ് സംതിങ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, എന്തിന്റെ ആണ്? ബോഡി സെന്റേർഡിന്റെ ആണ്. ഇനി നമുക്കുള്ളത് FCC ഫേസ് സെന്റേർഡും അതുപോലെ HCP. FCCക്കും HCPക്കും സെയിം ആണ്. അതെന്ന് പറഞ്ഞാൽ 74, അപ്രോക്സിമേറ്റ്ലി 74% ആണ്. നമ്മൾ നോക്കിയറിയാം എന്താണ് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് FCC ഈക്വൽ ടു HCP. കറക്റ്റ്, 74% ആണ്. അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇതെല്ലാം തെറ്റാണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ ആണ് ഏറ്റവും കുറവുള്ളത്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. അതുപോലെ BCC ഈസ് ഗ്രേറ്റർ ദാൻ HCP. നോ, HCP ആണ് BCCനെക്കാട്ടിലും കൂടുതൽ. അപ്പൊ ഒന്നും തെറ്റാണ്. പിന്നെ BCC ഈസ് ഈക്വൽ ടു FCC, അത് തെറ്റാണ്. FCCയും HCP ആണ് ഈക്വൽ. BCC എന്ന് പറഞ്ഞാൽ 68 ആണ്, ഇത് എന്ന് പറയുന്നത് 54 ആണ്. സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഈസ് മാച്ച്ഡ് കറക്റ്റ്ലി. സോ അതിന്റെ അർത്ഥം എന്താ? ഒരൊറ്റ പേര് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളൂ. സർഫേസ് ഡിഫക്റ്റ്, പ്രസൻസ് ഓഫ് എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിൻസ് ആണോ? സർഫേസ് ഡിഫക്റ്റ് അല്ല. എന്താ ഇത്? സ്ക്രൂ ആൻഡ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടല്ലോ, ആ ഇതാണ്. അത് സർഫേസ് ഡിഫക്റ്റ് അല്ല. പോയിന്റ് ഡിഫക്റ്റ്, പ്രസിപ്പിറ്റേറ്റ്സ് ഇതല്ല. ലൈൻ ഡിഫക്റ്റ്, ഗ്രെയിൻ ബൗണ്ടറി, നോ.
ബൗണ്ടറി ലൈൻ ഡിഫക്റ്റ് അല്ല. സോ വോളിയം ഡിഫക്റ്റ് സ്ലാഗ് ആൻഡ് പോറോസിറ്റി കറക്റ്റ് ആൻസർ. സ്ലാഗ് ആൻഡ് പോറോസിറ്റി ആണ് കറക്റ്റ് ആൻസർ. ഡി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ബർഗർ വെക്ടർ ഇൻ എഡ്ജ് ഡിസ്ലൊക്കേഷൻ? ഓക്കെ, നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഡിസ്ലൊക്കേഷൻ ഉണ്ട്. ഒന്ന് എഡ്ജ് ഡിസ്ലൊക്കേഷനും മറ്റേത് സ്ക്രൂ ഡിസ്ലൊക്കേഷനാണ്. ഓക്കെ, ഇതിൽ ബർഗർ വെക്ടർ ഇതിന്റെ ഒരു പ്ലെയിൻസിന്റെ മൂവ്മെന്റ് അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു എക്സ്ട്രാ പ്ലെയിൻസ് ഉണ്ടാവുമ്പോഴും അല്ലെങ്കിൽ എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് ആബ്സെന്റ് ആവുമ്പോഴാണ് ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവും. ഇവിടെ നമ്മളോട് ചോദിച്ചത് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണ്. ഓക്കെ, സോ സ്ക്രൂ ഡിസ്ലൊക്കേഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബർഗർ വെക്ടർ ഈസ് പാരലൽ ടു ദി ഡിസ്ലൊക്കേഷൻ ലൈൻ. ഡിസ്ലൊക്കേഷൻ ലൈനിന് പാരലൽ ആയിരിക്കുന്നത് സ്ക്രൂവിന്റെ കേസിൽ ബർഗർ വെക്ടറും ഇതും. ആൻഡ് എഡ്ജ് ഡിസ്ലൊക്കേഷന്റെ കേസിലാണെങ്കിൽ ബർഗർ വെക്ടറും ഡിസ്ലൊക്കേഷൻ ലൈനും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ബർഗർ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ലൊക്കേഷൻ ലൈന് ഈ ഒരു ഇതിലായിരിക്കും. ഓക്കെ, സോ ഇവിടെ ചോദിച്ചത് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണ്. അപ്പൊ അതിൻ്റെത് പെർപെൻഡിക്കുലർ ടു ഡിസ്ലൊക്കേഷൻ ലൈൻ ആണ്. പാരലൽ ആണ് എപ്പോഴും വരിക? സ്ക്രൂ ഡിസ്ലൊക്കേഷന്റെ കേസിലാണ് പാരലൽ വരിക. ടിപ്പിക്കൽ. സോ നമ്മൾ ഈ ഒരു സെഷനിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എ ടിപ്പിക്കൽ മെറ്റാലിക് ഷീറ്റ് ഓഫ് 10 mm thickness ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. തിക്നെസ് എന്നാണ് ഒരു ഷീറ്റാണ്. ഓക്കെ, ഷീറ്റ് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇവിടെ ഞാനൊരു 3D പോലെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ഷീറ്റിന്റെ ഏരിയ തന്നെ എന്താണ്? 0.25 മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്. എന്താണ്? 10 mm. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? 10.25 mm square is used as a steady state diffusion membrane ഹൈഡ്രജൻ പ്യൂരിഫയർ. അപ്പോൾ ഹൈഡ്രജൻ പ്യൂരിഫയറിൽ ഡിഫ്യൂഷൻ മെമ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഫൈൻ ദ മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻ കിലോഗ്രാം പെർ സെക്കൻഡ്. നമുക്കറിയാം മാസ് കിലോഗ്രാം പെർ സെക്കൻഡിലാണ് കണ്ടെത്തേണ്ടത്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ നോർമൽ കേസിൽ ഡിഫ്യൂഷൻ ഒന്നും നമ്മൾ മെക്കാനിക്കലിന്റെ ഇതിൽ അധികം ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ ഉണ്ട് ഇതിൽ ഡിഫ്യൂഷനെ കുറിച്ച്. ബട്ട് മെക്കാനിക്കലിന്റെ എക്സാംസിലൊന്നും അങ്ങനെ നമ്മൾ ഡിഫ്യൂഷനെ കുറിച്ച് കൂടുതൽ പഠിക്കലില്ല. മെയിനായിട്ട് നമ്മൾ മാക്സിമം പോയാൽ മാസ് ട്രാൻസ്ഫർ വരെ അല്ലെ. ഡിഫ്യൂഷൻ അങ്ങനെ പലതരത്തിലുള്ള ഡിഫ്യൂഷൻ ഒന്നും നമ്മൾ മെക്കിൽ പഠിക്കില്ല, പക്ഷെ സിവിലിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ചോദിച്ചത് ഫൈൻ ദി മാസ് ഓഫ് ഹൈഡ്രജൻ പ്യൂരിഫൈഡ് പെർ കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. റോ എന്ന് പറയുന്നത് എന്താണ്? 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആൻഡ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ 1 × 10⁻⁸. സോറി, ഓക്കെ, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1 × 10⁻⁸ ആണ് അല്ലെ. 10⁻⁸. ഓക്കെ, എന്താണ് ഇതിന്റെ യൂണിറ്റ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, നമുക്ക് എന്താണ് പിന്നുള്ളത്? തിക്നെസ് ഉണ്ട്, ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ട്. ഓക്കെ, സോ വി ഹാവ് തിക്നെസ് ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ഇതിന്റെ സൊല്യൂഷൻ ഞാൻ ചെയ്തുതരാം. സോ ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്, ഈ ഓപ്പൺ സ്പേസിൽ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ തിക്നെസ് തന്നിട്ടുണ്ട്. തിക്നെസ് എന്താണ് തന്നത്? തിക്നെസ് തന്നത് 10 mm. ഓക്കെ, ഏരിയ തന്നിട്ടുണ്ട്. എന്താണ്?
0.25 മീറ്റർ സ്ക്വയർ. സോ ഇതിൽ മാസ് ഫ്ലോ റേറ്റ് കാണാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ റോ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഡി ചെയ്യാം A/T. ഇത് ചെയ്താൽ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കിട്ടും. ഇതിൽ റോ എന്താണ് 1 ആണ്. ഡി എന്ന് പറഞ്ഞാൽ 10⁻⁸. 1 × 10⁻⁸ പറഞ്ഞാലും 10⁻⁸ തന്നെയാണ്. ഇൻറ്റു ഏരിയ 0.25 മീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ mm ആണ്. തിക്നെസ് mm-നെ മീറ്ററിലാക്കുമ്പോൾ 10 × 10⁻³ വരും. ഓക്കെ, സോ ഇത് 10 × 10⁻² വരും. ഇവിടെ 25 വരും. 25 × 10⁸ കിട്ടും. ഇതിന് നമുക്ക് എന്ത് ചെയ്താം? 2.5 next -2 and 2.5 × 10⁻⁻7 എഴുതി കൂടെ. സോറി, സോ അതിന്റെ ആൻസർ നമുക്ക് കിട്ടി 2.5 × 10⁻⁻7. സോറി. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഫോർമുല എന്ന് പറയുന്നത്, സോ ശരിക്ക് ഇതെങ്ങനെ ചെയ്യല് വെച്ചാല് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാല് റോ DA/T എന്ന് പറയുന്നത് എങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. സോ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാല് എന്താണ് കിട്ടേണ്ടത്? J × A ആണ്. ഈ J ആണെന്ന് പറഞ്ഞാൽ J നമ്മൾ പറയുന്ന പേരെന്താണ്? ഡിഫ്യൂഷൻ ഫ്ലക്സ് ആണ്. സോ J ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ അനുസരിച്ച് Jന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? P × ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ തിക്നെസ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് സൈൻ ആണ്. കാരണം കോൺസെൻട്രേഷൻ ആ ഒരു വാല്യൂ പോസിറ്റീവിലായിട്ട് കിട്ടാൻ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് നമ്മുടെ എന്താ പറയുക, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ΔC/ΔX എന്ത് ചെയ്യാം? T ചെയ്യാം. അപ്പൊ ഇവിടെ എന്തിട്ട് നമുക്ക് J എന്ന് പറഞ്ഞാൽ എന്താ? T/T എഴുതാം. -ΔC/ρ/T. ഇത് നേരെ ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ ഇക്വേഷൻ കിട്ടും. എന്ത് റേറ്റ് J × A എന്ന് പറഞ്ഞാൽ T/A/T. ഇതാണ് അതിന്റെ ഫോർമുല. ഇത് പ്യൂർലി നമുക്ക് ഡയമെൻഷൻ നോക്കിയാലും ചെയ്യാനൊക്കെ കഴിയും വളരെ ഈസി ആയിട്ട്. സോ ഫിക്സ് ലോ ഡിഫ്യൂഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയാണ്. നോർമലി ഡിഫ്യൂഷൻസ് അങ്ങനെ കാണാറില്ല, ബട്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ഫോർ ഓസ്റ്റനൈറ്റ്? ഓക്കെ, സോ ഓസ്റ്റനൈറ്റിനെ സംബന്ധിച്ച് എന്താണ് ട്രൂ എന്നാണ് ചോദിച്ചത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ സോൾഡ് സൊല്യൂഷൻ ഓഫ് അയൺ, കാർബൺ ആൻഡ് ക്രോമിയം. സോ ഇത് തെറ്റാണ്. നമുക്കറിയാം സോ അയൺ ആൻഡ് കാർബണിന്റെ എന്താണ്
സോൾഡ് സൊല്യൂഷൻ ആണ് എന്ത് ഓസ്റ്റനൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ക്രോമിയം ഇല്ല, സോ അത് തെറ്റാണ്. ഇറ്റ് ഈസ് എൻ FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓസ്റ്റനൈറ്റ് FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ്, കറക്റ്റ് ആണ്. അയണ് BCC ഉണ്ട്, FCC ഉണ്ട്. സോ അതില് FCC സ്ട്രക്ചർ ഓസ്റ്റനൈറ്റിന് FCC സ്ട്രക്ചർ ആണ്, അത് കറക്റ്റ് തന്നെയാണ്. ഇറ്റ് ഈസ് സ്റ്റേബിൾ അറ്റ് റൂം ടെമ്പറേച്ചർ. അല്ല, റൂം ടെമ്പറേച്ചറിലല്ലല്ലോ അത് സ്റ്റേബിള്. കാരണം നമുക്കറിയാം ഇത് അയൺ കാർബൺ ഡയഗ്രത്തിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓസ്റ്റനൈറ്റ് ഇവിടെ ഉണ്ടാകുന്ന നോക്കിയാൽ മതി. അത് റൂം ടെമ്പറേച്ചറിന് എത്രയോ മേലെയാണ് ഓസ്റ്റനൈറ്റ് ഉണ്ടാകുന്നത് അല്ലേ? ആ ഡയഗ്രാം നോക്കിയാലേ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇതും തെറ്റാണ്. പിന്നെ പ്യൂർ ആസ്റ്റനൈറ്റ് ഈസ് സ്റ്റേബിൾ ഇൻ ദ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് 91239. അത് കറക്റ്റ് ആണ്. ഇത് പ്യൂർലി ബേസ്ഡ് ഓൺ നമ്മുടെ അയൺ കാർബൺ ഡയഗ്രാം ബേസ് ചെയ്ത് തന്ന പ്രോബ്ലം ആണ്. സോ ഇതിന്റെ ആൻസർ 1 and 4 ആണ്. സോറി, 1 അല്ല, 2 and 4. കാരണം 2 and 4 മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ, 3 തെറ്റാണ്. സോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.